ഹലോ എവ്രിവൺ. എങ്ങനെ നന്നായി മെഡിറ്റേഷൻ ചെയ്യാം? പലപ്പോഴും നമുക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അല്ലേ. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ ലളിതമായിട്ട് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ മെഡിറ്റേഷന്റെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. പലതരത്തില് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതും ഓരോ മെഡിറ്റേഷനുകളായിരിക്കും. പക്ഷെ പൊതുവിൽ ഏറ്റവും എഫക്റ്റീവായിട്ടും നമുക്ക് വളരെ സാധാരണക്കാർക്ക് പോലും അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതുമായ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മന്ത്ര മെഡിറ്റേഷൻ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഡിറ്റേഷൻ. എന്താണ് മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ത്ര എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുക. നമ്മുടെ മനസ്സിനെ റിലീസ് ചെയ്യാനായിട്ട്, മനസ്സിന്റെ വിഷമതകളെ റിലീസ് ചെയ്ത് മനസ്സിനെ കാമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മന്ത്ര എന്ന് പറയുന്നത്. സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. മന്ത്ര മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറ്റവും അനുയോജ്യമായ, നമ്മളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ തരുന്ന ഒരു മന്ത്രം, അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് മനസ്സിന് ആശ്വാസം തരുന്ന എന്തെങ്കിലുമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു വേർഡ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതല്ല, ഹീലിംഗ് പവർ ഉള്ള വേർഡ്സുകൾ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ഫൊർഗീവ്നെസ്, ഇതൊക്കെ നമുക്ക് നമ്മളെ മുറിവുകളെ ഉണക്കാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള വാക്കാണ് അല്ലെ മന്ത്രമാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, അല്ലെ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മന്ത്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ പവർഫുൾ വേർഡ് ചിലപ്പോൾ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് ആദ്യത്തെ തവണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തോന്നിയില്ല എങ്കിൽ നമുക്ക് ആ വേർഡ് മാറ്റി പുതിയ ഒരു വാക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എപ്പോഴും ആത്മസംതൃപ്തിയും പ്രചോദനവും അല്ലെങ്കിൽ പവർഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മന്ത്രം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള. ഇനി എങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരു തവണ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഒരു ധ്യാനത്തിന്റെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തും എന്നുള്ള അമിതമായ പ്രതീക്ഷയോടുകൂടി ഒരിക്കലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കരുത്. കാരണം നമുക്കൊന്നും ഒരിക്കലും നിർബന്ധപൂർവമായിട്ട് ഞാൻ ഇന്ന് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്തും, അല്ലെ ധ്യാനത്തിന്റെ ആ ഒരു തലത്തിലേക്ക് എത്തും എന്നുള്ളത്, ആ പൂർണ്ണതയിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയാൽ ആ അമിത പ്രതീക്ഷ നിങ്ങൾക്ക് ആദ്യത്തെ തവണ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. കാരണം ഒരുപാട് പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ മനുഷ്യർക്ക്. അത് പതിയെ പതിയെ നേടിയെടുക്കുന്നത്. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് പതിയെ താനേ വന്ന് ചേരുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ക്ഷമയോടെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മെഡിറ്റേഷൻ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്താൽ അതിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് പ്രതിഫലിക്കുന്നത് പതിയെ പതിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പറ്റിയ ഒരു സമയം തിരഞ്ഞെടുക്കുക. പൊതുവില് നമുക്ക് എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. ഇനി ഒട്ടും നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ വൈകുന്നേരം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി നേരമുള്ളവരാണ് 2 നേരം വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, എവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ പൊതുവിൽ നമ്മൾ മറ്റുള്ള വ്യക്തികൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ ഒരല്പം നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒച്ചകളും ബഹളങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കി നമ്മളുടെ ശ്രദ്ധ പരമാവധി പോകുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം, നിങ്ങൾക്ക് മനസ്സിന് ശാന്തതയും സമാധാനം തരുന്ന നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്ത് രാവിലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തയ്യാറാവുകയാണ് എങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത്, ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളുടെ പൊസിഷനാണ്. എങ്ങനെ ഇരുന്ന് വേണം മെഡിറ്റേഷൻ ചെയ്യണം, എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇന്ന ഒരു പൊസിഷനിൽ, അല്ലെ യോഗാചാര്യന്മാർ ചെയ്യുന്ന, സന്യാസികൾ ചെയ്യുന്ന പോലെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കാൻ നമുക്ക് പറ്റിപ്പ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ അങ്ങനെ ഇരുന്നാലേ എനിക്ക് മെഡിറ്റേഷൻ ചെയ്താൽ ശരിയാകൂ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ മെഡിറ്റേഷൻ ആ ഒരു പൊസിഷൻ ആണ് സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ, ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് മെഡിറ്റേഷൻ ശരിക്കും ചെയ്യാനായിട്ട് ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് സാധിക്കില്ല.
വേണമെങ്കിൽ നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാം. ഇനി അതല്ല, ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ നിലത്തിരിക്കാം. ഇനി അതല്ല എങ്കിൽ ഒരു ചെയറിൽ ഇരുന്നാലും മതി. നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയിലുള്ള പൊസിഷൻ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലേസ് സെലക്ട് ചെയ്യുന്നു, ദെൻ പൊസിഷൻ, അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുന്നു, ദീർഘമായി ശ്വാസം എടുക്കുന്നു. ഇതൊക്കെ അതിന് ആവശ്യകരമായ കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഇത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഫ്ലോപ്പായി പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും ഒരുപാട് തിരക്കുകളുള്ള ലൈഫിൽ ആ ഒരു ഡേയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദിവസവും തിരക്കുകൾ പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മെഡിറ്റേഷൻ ഒന്ന് ചെയ്യാവുന്നവർത്തിരുന്നാൽ പോലും നമുക്ക് പലപ്പോഴും ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരും. അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു അല്പസമയം നമുക്ക് അനുവദിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ അല്പസമയം ഒന്ന് വെറുതെ ഇരിക്കുക. അല്ലാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇരുന്നതിന് ശേഷം ഉടനെ കണ്ണുകളടിച്ച് ദീർഘമായി ശ്വാസം എടുത്ത് അതിനുവേണ്ടി തയ്യാറാവുമ്പോൾ അല്പം ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കടക്കാനായിട്ട് ഉണ്ടാകുന്നത് പൊതുവിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് വെറുതെ ശാന്തമായ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് അനുവദിക്കുക എന്നുള്ളതാണ്. ആ ഒരു 5 മിനിറ്റിൽ പലപ്പോഴും പല ചിന്തകളും നമ്മളുടെ ഉള്ളിലേക്ക് വരും. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വരും. ഇത് ചെയ്താൽ ശരിയാകുമോ, ഇനി ചെയ്യാനുള്ള ജോലികൾ, ഇനി എന്തും വന്നോട്ടെ, അല്പം ക്ഷമ കാണിക്കുക. ചിന്തകൾ എന്ത് മനസ്സിൽ വന്നാലും ആ ഇരിക്കുന്ന പൊസിഷൻ വളരെ ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിന്തകൾ ഒരല്പം മനസ്സിൽ നിന്ന് കുറയും. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകളൊക്കെ ഒരല്പം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം മാത്രം നിങ്ങൾ കണ്ണുകൾ ഒന്ന് അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷവും നമുക്കൊരു 1-2 മിനിറ്റ് വെറുതെ ഇരിക്കാം. അല്ലാതെ നമ്മൾ കണ്ണുകൾ അടച്ച ഉടനെ ഇതൊരു നമുക്ക് കാണാതെ പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നിട്ട് വേണം ചെയ്യാനായിട്ട് തുടങ്ങാൻ. അവിടെ നിർബന്ധിതമായിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് നമ്മൾ മെഡിറ്റേഷനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ, കുറച്ച് ടിപ്സ് കൂടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ണുകൾ ഒന്ന് സാവകാശം അടയ്ക്കുക. അവിടെയും 1-2 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കുക. അതിനുശേഷം മാത്രം ദീർഘമായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഡീപ് ബ്രീത്തിങ് ആണ് പൊതുവിൽ മെഡിറ്റേഷൻ നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ, സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് എന്തെങ്കിലും ശ്വസനപരമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദീർഘമായി ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബ്രെത്തിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ, ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഇവിടെ മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അവയർനെസ്സിലേക്ക് വരികയാണ്. നമ്മൾ ഓരോ തവണ ശ്വാസം എടുക്കുന്നതിനെയും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള ശ്വാസം എടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഓരോ തവണയും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ, കണ്ണുകൾ അടച്ച് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എടുക്കുന്നത് പുറത്തുനിന്നുള്ള വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞ, വളരെ ഫ്രഷ് ആയിട്ടുള്ള, നല്ല തണുത്ത ശ്വാസമാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതെന്ന് വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് ആ ശ്വാസം ഓരോ ബ്രത്തിലും നമ്മൾ എടുക്കുക. ഇനി അതല്ല, നോർമൽ ബ്രത്ത് ആണെങ്കിൽ പോലും ആ ശ്വസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇതുപോലെ തന്നെ കരുതുക. അങ്ങനെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതും അത് നമ്മളുടെ ബോഡിയിൽ മുഴുവൻ ആ ഒരു പോസിറ്റീവ് എനർജിയും ഫ്രഷ് എയറും എത്തുന്നതും നമ്മൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇതൊക്കെ ഒരു തവണ കൊണ്ട് പോസിബിൾ ആകുന്ന കാര്യമല്ല, എങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പരമാവധി ശ്രമിക്കുക. ഇനി എക്സേൽ ചെയ്യുമ്പോൾ ശ്വസനത്തിന്റെ അടുത്ത പ്രോസസ് ആയിട്ടുള്ള പുറത്തേക്ക് ശ്വാസം വിടുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മളുടെ ശരീരത്തിലെ ദുഷിച്ചതായിട്ടുള്ള നെഗറ്റീവ്സ് നിറഞ്ഞ ആ ഒരു എയറിനെയാണ് ഞാൻ എക്സേൽ ചെയ്യുന്നതെന്നും, ചൂട് നിറഞ്ഞ വളരെ നെഗറ്റീവ് നിറഞ്ഞ ആ ഒരു എയർ പുറത്തേക്ക് വിടുന്നതെന്നും കാണുക. നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുക. ഇത് ഒരു 3-4 തവണ എങ്കിലും കുറഞ്ഞത് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം, തൊട്ടടുത്ത ഉടനെ നമ്മൾ അടുത്ത മെഡിറ്റേറ്റീവ് മന്ത്രം ചൊല്ലാനായിട്ട് പോവല്ല ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ശ്വസനത്തിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരല്പസമയം വെറുതെ ഇരിക്കുക, കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുക.
അങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രമാണ് ഇനി നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഏറ്റവും അധികം എനർജി തരുന്ന ആ ഒരു മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും, സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ആ മന്ത്രം പറയുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിൽ പറയാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒച്ചത്തിൽ പറയണമെങ്കിൽ അങ്ങനെയും ആകാം. ഇവിടെ മന്ത്രം പറയുന്ന കാര്യത്തിലും നമ്മൾ ഒരു അല്പം ശ്രദ്ധിക്കണം. അതായത് വളരെ സ്പീഡിൽ ഓരോ ശ്വാസവും ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വസനത്തിന്റെ കൂട്ടത്തിൽ പറയണമല്ലോ എന്ന് ഓർത്ത് സ്പീഡിൽ പറഞ്ഞു പോകരുത്. ആ ഒരു വാക്കിന്റെ പവർ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. അതായത് നമ്മുടെ ഓരോ ചിന്തകൾക്കും വാക്കുകൾക്കും ഒക്കെ പവർ ഉണ്ടല്ലേ, ആ ഒരു വൈബ്രേഷൻ, ആ വാക്കിന്റെ വൈബ്രേഷൻ നമുക്ക് ഫീല് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പറയാനായിട്ട്. ഉദാഹരണത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് മന്ത്ര മെഡിറ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. വളരെയധികം പവർഫുൾ ആണ്. ഈ ഓം എന്നുള്ള ആ ഒരു മന്ത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഓം ഓം എന്നല്ല പറയേണ്ടത്. അവിടെ വളരെയധികം നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഓം, സോ ഇങ്ങനെ നീട്ടി നമുക്ക് എത്രമാത്രം പറയാൻ സാധിക്കും അത്രയും നമ്മൾ ആ ഒരു വൈബ്രേഷൻ ഉൾക്കൊണ്ട്, ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ഫുൾ ബോഡിയിൽ നിറയണം. നമ്മൾ എടുക്കുന്ന ഓരോ മന്ത്രമായാലും ഇങ്ങനെ വളരെ ഇതില് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ബോഡിയുടെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീല് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വാക്കിന്റെ പവർ നമുക്ക് മനസ്സിലാക്കാനല്ല, അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒരു ശ്വാസത്തിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഓം എന്ന് പറയുന്ന മന്ത്രം നമ്മൾ നീട്ടി പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ഇൻഹലേഷൻ, ഒരു ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പറഞ്ഞു തീർന്ന് നമുക്ക് അടുത്തതിൽ പറയാൻ സാധിക്കില്ല. അവിടെ അങ്ങനെ ഒരു നിബന്ധന നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു വേർഡ് നമ്മൾ പറയുന്ന മന്ത്രം ചിലപ്പോൾ അടുത്ത 2 ശ്വാസത്തിന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞാലും മതി. അതായത് 2 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു തവണ മന്ത്രം പറഞ്ഞാലും മതി. ഇതിനൊന്നും കൃത്യമായ അളവുകോല് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കുറെ തവണ നമ്മൾ ഈ മന്ത്രം ആവർത്തിക്കുക. അതിനുശേഷം നമ്മളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ മന്ത്രം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാതുകളിൽ വീണ്ടും പ്രതിധ്വനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ഈ മന്ത്രം ആവർത്തിച്ച് പറയുക. ഇനി നമ്മളിങ്ങനെ മന്ത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരാണ്, ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ചിന്തകൾ മനസ്സിൽ വരും. ഉടനെ അവിടെ നിർത്തിയിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. പകരം ആ ചിന്ത എന്താണോ അത് മനസ്സിൽ വന്നോട്ടെ. നിങ്ങൾ അല്പം മനസ്സമാധാനത്തോടെ അവിടെ തന്നെ ഇരിക്കുക. അതിനുശേഷം ആ ചിന്ത ഒന്ന് മനസ്സിൽ വന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ആ മന്ത്രം നിങ്ങൾ പറഞ്ഞത് ആവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 5 മിനിറ്റ്, കാരണം നമ്മളൊരു ബിഗിനർ ആണ് എങ്കിൽ ഒരു ഒറ്റ തവണ കൊണ്ട് ഒരു 1/4 മണിക്കൂർ അല്ല അരമണിക്കൂർ അല്ലെങ്കിൽ അതിന് മേലെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിൽ ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ അനുവദിച്ചാലും ഇതിങ്ങനെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് തുടങ്ങുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു അലാം സെറ്റ് ചെയ്ത് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാനായിട്ട് അല്പം അങ്ങനെ ഒരു ഫലം നമുക്ക് കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പം മതിയെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ മന്ത്രം നിർത്തുക. അതിനുശേഷം വീണ്ടും ഉടനെ നമ്മൾ സാധാരണ പറയുന്നത് അടുത്തത് ശ്വസനത്തിലേക്ക് വീണ്ടും ചെയ്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് എഴുന്നേറ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫലം കിട്ടില്ല എന്നുള്ളതാണ്. ആ മന്ത്രം ചൊല്ലി അതിന്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്തതിന് ശേഷം കുറെ സമയം നിങ്ങൾ വെറുതെ അവിടെ തന്നെ ആയിരിക്കുക. ഇതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതും ചെയ്ത് വീണ്ടും ശ്വസനത്തിന്റെ ഇതിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അതാണ് യഥാർത്ഥത്തിൽ മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അഡീഷണലി കുറച്ച് കാര്യങ്ങളുടെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള കുറച്ച് പോയിന്റുകളൂടെ ഞാൻ പറയാം. അതായത് നമ്മളൊക്കെ പൊതുവില് നമ്മളെക്കാൾ മുകളില് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഏറിയ പങ്കും ആളുകളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. വളരെ നല്ലതുമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് നിയന്ത്രിക്കാൻ, നമ്മൾ മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അല്ലെ. അതിന് നമുക്ക് ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു പവർ, നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ പൊതുവിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ ഈ മന്ത്ര മെഡിറ്റേഷൻ ചൊല്ലി ആ ഒരു ധ്യാനത്തിന്റെ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ തന്നെ അത് മന്ത്രം എവിടെ ചൊല്ലി നമ്മൾ അവസാനിപ്പിച്ചു, അതിനുശേഷം ഒന്ന് അല്പസമയം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം നമുക്ക് ആ ഒരു പവറിനോട്, ആ സുപ്രീം പവറിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൂടെ നിങ്ങൾ ആ സമയം മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ
ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ, അല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലായിരുന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കാം. പല പേരുകളിൽ നമ്മൾ വിളിക്കുന്ന, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു പേര് വിളിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈവത്തോട് പറയാം. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിനോടാണ് സംസാരിക്കാൻ താല്പര്യമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് നമ്മുടെ പരാധീനതകളും പ്രശ്നങ്ങളും നെഗറ്റീവ്സും മുഴുവൻ നമുക്ക് പറയാൻ പറ്റിയ ഒരു വേദിയായിട്ട് ഈ മെഡിറ്റേഷൻ ഇടയിലെ ഈ ഒരു സമയത്തെ നമ്മൾ കാണരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ ആ ഒരു സുപ്രീം പവറുമായിട്ട് നമുക്കൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ യൂണിവേഴ്സുമൊക്കെ ആയിട്ടാണെങ്കിലും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോള് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു സുപ്രീം പവറിനോട് നിങ്ങൾക്ക് പറയാം. ഇന്ന ഒരു ലക്ഷ്യമാണ്, എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം അലട്ടുന്ന, പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ട് പരിഹാരം കിട്ടുന്നില്ല എന്ന് കരുതുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ആ ഒരു അതിനെക്കുറിച്ച് ഒരുപാടൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്താണ് ആ ഒരു പ്രശ്നമെന്ന് ഉള്ളതിനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടുക. വീണ്ടും നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഒരു അല്പസമയം അതേ ഇതിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? പലപ്പോഴും നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ പലപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിൽ എവിടെയൊക്കെ പോയി ആരോടൊക്കെ ചോദിച്ചാലും നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമ്മൾക്ക് തന്നെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ നമ്മളിൽ തന്നെയാണ് ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉള്ളത് എന്ന്. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിൽ കാണും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രശ്ന പരിഹാര മാർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും ആ പ്രശ്നം ഒന്ന് പറയുക. ആ ഒരു ചിലപ്പോൾ നമുക്ക് നല്ലൊരു പവർഫുൾ ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മൾ അങ്ങോട്ട് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം നമ്മൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ന പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ഗോൾ നേടണമെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേ ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടും. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടും. ഇനി ആ ഒരു ദിവസം കിട്ടിയില്ല എങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലെങ്കിലും ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു അല്പസമയം കൂടി നമ്മൾ ആ ഒരു സുപ്രീം പവറിനോട് കൂടി സംസാരിക്കാൻ ചെലവഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അത് കൊണ്ടുതരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒന്നാണ് നമ്മളെ കേൾക്കാൻ ആരുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒരാളില്ല എന്നുള്ളത്. ഇവിടെ നമ്മളെ കുറിച്ച് പറയാനായിട്ട് ഏറ്റവും അധികം ശക്തിയുള്ള ഒരാൾ, നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെ കേൾക്കാനായിട്ട് ഏറ്റവും അധികം യോഗ്യതയുള്ള ഒരാളോടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമ്മൾ അവിടെ പറയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ഒരു ഇമോഷണൽ റിലീസും കൂടെ ഒരു തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഒരു അല്പസമയം ആ കാര്യം പറഞ്ഞതിന് ശേഷം ഇരുന്നതിന് ശേഷം അടുത്തത് നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞു എന്നാ ഇപ്പൊ എഴുന്നേറ്റേക്കാം എന്നോർത്ത് ചാടി എഴുന്നേറ്റ് പോകരുത്. അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജർ ഉണ്ട്. അതിൽ കൂടെ തന്നെ വേണം നമ്മൾ കടന്നു പോകാൻ. വീണ്ടും നമ്മൾ ആദ്യമേ എങ്ങനെയാണോ മെഡിറ്റേഷൻ നമ്മളെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ ദീർഘമായ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തും പുറത്തേക്ക് എടുത്തും ശ്വസനത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എങ്ങനെ നമ്മൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്ത് ഒരല്പസമയം, അതിനുശേഷവും പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് ചാടി എഴുന്നേറ്റ് പോകരുത്. ആദ്യമേ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരല്പസമയം ആയിരിക്കുക. വീണ്ടും കണ്ണുകൾ തുറന്നിട്ടും എഴുന്നേറ്റ് ഓടാൻ നിൽക്കരുത്. ഒരല്പസമയം ഒന്ന് റിലാക്സ്ഡ് ആയി ഇരുന്നതിന് ശേഷം മാത്രമേ എഴുന്നേറ്റ് പോകാവുള്ളൂ. ഈ മൊത്തം ഒരു പ്രൊസീജിയറിന് ഒരല്പസമയം എടുക്കും എന്നുള്ളതാണ്. കാരണം ഒരല്പസമയം നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില വ്യക്തികൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കും അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെ കണ്ണുകൾ അടച്ചൊരു ഏകാന്തത ആയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവര്
അവർ സ്വയം ഫോഴ്സ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഒരു പ്രശ്ന പരിഹാരമായി മെഡിറ്റേഷനെ കാണരുത്. ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ചികിത്സ വേണം, കൗൺസിലിംഗ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. പക്ഷെ പൊതുവിൽ നമ്മളുടെ മനസ്സിന്റെ സ്ട്രെസ്, ആങ്സൈറ്റി കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാൻ, നമ്മളുടെ അറ്റൻഷൻ ആയാലും കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാനും ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ തന്നെയാണ് മന്ത്ര മെഡിറ്റേഷൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ഫോളോ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അവൈലബിൾ ആണ് ഈ ഗൈഡഡ് മെഡിറ്റേഷൻസ്. അവിടെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. അവിടെ വോയിസ് നമുക്ക് കേൾക്കാം. അവർ പറയുന്നതിനനുസരിച്ച്, ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളൊരല്പം ബുദ്ധിമുട്ടോടെയാണ് എങ്കിലും അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു മെഡിറ്റേഷന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.